ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊറോട്ടയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാവ് ഒരുപാട് കുഴച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാവുന്നതാണ്. നമ്മളിതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്ര എടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്നതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മാവൊന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. മാവെല്ലാം കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഞാൻ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും നല്ല സ്മൂത്ത് ആയിട്ടൊന്നും കുഴച്ചെടുത്തിട്ടില്ല. ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ ബോൾസ് ആക്കി മാറ്റാം. അപ്പൊ എല്ലാം അതുപോലെ ഒന്ന് ബോൾസ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പ്. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഈ എണ്ണ ഈ പാത്രത്തിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള അതുപോലെ കുഴിയുള്ള പാത്രം വേണം നമ്മൾ എടുക്കാൻ. ഈ ബോൾസ് എല്ലാം എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരും. പൊറോട്ടയ്ക്ക് അറിയാമല്ലോ, അത്യാവശ്യം കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എണ്ണ മാത്രമേ നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കി എടുക്കുന്നിടം വരെ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ എണ്ണയൊന്നും നമ്മൾ ചേർക്കത്തില്ല. ഞാനൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബോൾസ് എല്ലാം ഒന്ന് എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്കൊന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ബോൾസ് എല്ലാം എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോഴേ മാവൊക്കെ നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി ഒരു 10-15 മിനിറ്റെങ്കിലും നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കണം. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചെയ്താൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ഒരു കറി തയ്യാറാക്കാം. എഗ്ഗ് കുറുമയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ചൂടായ പാനിലേക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരുംജീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ചെറിയ ഒരു ജാതിപത്രി, 5-6 കുരുമുളകും അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 2 സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒരുപാട് കനം കുറച്ചൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ അരിഞ്ഞാൽ മതി. കൂടെ തന്നെ ഞാനൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തിലെ വെള്ളം ഒന്ന് വറ്റി ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. കണ്ട് ഈ ഒരു രീതിയിൽ വഴണ്ടാൽ മാത്രം മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 2 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. കൂടെ തന്നെ 1.25 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ സിമ്മിലിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിടരുത്, ഇതൊക്കെ കരിഞ്ഞു പോകും. നേരത്തെ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്തിലെ എണ്ണയ്ക്കകത്തിലോട്ട് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പം എണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പൊടികളൊക്കെ ഇടുന്ന പാടെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല.
ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, കാരണം നമ്മുടെ കറി ഇച്ചിരി തിക്കായിട്ട് വേണം നമുക്ക് കിട്ടാൻ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി അങ്ങ് ലൂസായി പോകും. വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഒരു പച്ചമുളകും ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പൊ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് കുറുമ റെഡി ആയിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ പൊറോട്ടയ്ക്കുള്ള നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ബോൾസ് ആക്കി വെക്കുമ്പം ഇത്രയും സോഫ്റ്റ് അല്ലായിരുന്നു. ഇപ്പൊ ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് അരമണിക്കൂറോളം കിടന്നപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്നുകൂടി ഉരുട്ടി ബോൾസ് ആക്കി മാറ്റാം. അപ്പൊ എല്ലാം ഞാൻ ഒന്നുകൂടി ബോൾസ് ആക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടാണ് ഇത് പരത്തുന്നത്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കണം. ഞാൻ വേറെ എണ്ണയൊന്നും എടുക്കുന്നില്ല. നേരത്തെ നമ്മൾ ബോൾസ് ഒക്കെ ഇട്ട് വെച്ച അതേ എണ്ണ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി കോല് കൊണ്ട് വളരെ കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് പൊട്ടിപ്പോവൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. ഈ രീതിയിൽ നീളത്തിൽ അത്യാവശ്യം വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് നമുക്കൊന്ന് ഇതേ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വളരെ കനം കുറച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ലേയേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ലേയേഴ്സ് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് അടുപ്പിച്ചു കൊടുക്കണം. നല്ല ലേയേഴ്സ് ആയിട്ട് വരും. ഈ രീതിയിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊന്ന് എടുത്ത് ചുറ്റിയെടുക്കണം. ഇപ്പൊ ഞാനിതൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 3-4 കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനൊരു 4-5 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തി എടുക്കണം. കുറച്ച് ഓയിൽ ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് അമർത്തരുത്. ഒരു പരുവത്തിന് ഒരു ലെയർ ഒന്നും പോകാത്ത രീതിയിൽ കണ്ട് ഈ രീതിയിലൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇനി ഇത് അടുപ്പത്തിട്ട് കൊടുക്കാം. അപ്പൊ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഈ ഓയിൽ നമ്മൾ ആ ബോൾസ് ഒക്കെ ഡിപ്പ് ചെയ്തതിനകത്ത് എടുത്ത ഓയിലാണ്. ഇനി നമ്മൾ പരത്തി വെച്ചേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് മൂക്കാനായിട്ട് നിൽക്കരുത്. ഇത് ഇട്ട് കഴിഞ്ഞു 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഹാർഡായി പോകും. അപ്പൊ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമില്ലേ? 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ പൊറോട്ടയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാനൊരു 4-5 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ലേയേഴ്സ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിന് നമ്മുടെ കൈ ഉപയോഗിച്ചാണ്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ മൈദയുടെ പൊറോട്ട അടിക്കുന്നത് പോലെ അടിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറുതായിട്ട് കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ട എത്ര നന്നായിട്ടാണ് നമ്മുടെ ലേയേഴ്സ് ഒക്കെ കിട്ടിയിരിക്കുന്നത്. വളരെ സോഫ്റ്റുമാണ്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു നല്ല വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.